സൂര്യനെ അടിക്കാൻ പോവാ. ഹേ ഓൾ, വേൾഡ് ഓഫ് അദോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം ഒരു വെളുപ്പിന് 4:30 പക്ഷെ ഇവിടെ ഏകദേശം നേരമൊക്കെ വെളുത്തു തുടങ്ങി. അപ്പം നമ്മൾ എവിടാന്ന് വെച്ചാൽ നമ്മൾ സൺറൈസ് കാണാനെ കൊണ്ട് പോവാണ്. നമ്മൾ എവിടെയാണ് ചേട്ടാ പോകുന്നത്? നൂറാൻ ഐലൻഡിൽ പോവാണ്. പക്ഷെ ഇറങ്ങിയപ്പോൾ ഒരു ഇച്ചിരി താമസം. നമ്മൾ കറക്റ്റ് 10 മിനിറ്റ് വിളിച്ചതല്ലേ? 4:45 സൺറൈസ്. അപ്പൊ അങ്ങനെ ചന്ദ്രകൊച്ചാട്ടൻ അവിടെ നിപ്പുണ്ട്. അതായത് നിങ്ങൾ കാണുന്നുണ്ടോ? അതേ മേളിൽ കണ്ട. ചന്ദ്രകൊച്ചാട്ടൻ പോയില്ല. മെനഞ്ഞാന്ന് 11-ാം തീയതി സ്ട്രോബെറി മൂൺ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ വ്ളോഗ് ഒരു സൂപ്പർ വ്ളോഗാണല്ലേ. സൺറൈസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരട്ടെ. നമുക്ക് പിന്നെ കാണാം. നമ്മളിതേ നൂറാൻ ഐലാൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. അന്ന് ഇവിടെ ഒന്നും വെള്ളമില്ലായിരുന്നേ. അന്ന് ഞങ്ങൾ വന്നപ്പം ഗൈസ് ഇവിടെ ഒന്നും വെള്ളമില്ല. വെള്ളം വന്ന് മണലാണോ അത്? വെള്ളമല്ലേ? ദേ സൂര്യൻ ഉദിച്ചു വരുന്നു. ജസ്റ്റ് മിസ്സായിരുന്നു. അന്ന് ഞങ്ങൾ വന്നപ്പം ഇപ്പുറത്ത് ആ ബിൽഡിങ് കാണുന്നുണ്ടോ? ആ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്നാണ് സൂര്യൻ ഉദിച്ചു വന്നത്. ഇന്നതേ ഇവിടെ ഈ ഭാഗത്ത് കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒന്നും ഇങ്ങനെ വെള്ളമൊന്നും വലുതായിട്ടില്ലായിരുന്നേ. നിങ്ങൾ കാണുന്നുണ്ടോ സൂര്യൻ ഇങ്ങനെ ഉദിച്ച്? ഉദിച്ച് വരുന്ന കാണാനൊരു പ്രത്യേക നല്ല ഭംഗി. ആ വെള്ളത്തിൽ അതിൻ്റെ പ്രതിഫലനമുണ്ട്, കാണുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ സൺറൈസ് അതിങ്ങനെ ഉദിച്ച് വരുന്ന കാണിക്കണം എന്നുണ്ടായിരുന്നു. നമ്മുടെ ആ വഴി വന്ന് കുറച്ച് ബാക്കിലോട്ട് നിന്ന് നമ്മൾ റൈറ്റ് കയറി പോയിരുന്നു. പക്ഷെ അവിടെ അല്ലായിരുന്നു, ഇച്ചിരി മുന്നോട്ട് വന്നിട്ടായിരുന്നു വരേണ്ടത്. ഇപ്പം ഗെയ്സ് നമ്മൾ രാവിലെ ഇപ്പം 5 മണിയായി കാണും ഏകദേശം. രാവിലെ വന്ന് നമ്മൾ സൂര്യോദയം കണ്ട് നമ്മളിനി പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ രാവിലത്തെ കാപ്പി, ഉച്ചക്കത്തെ ഭക്ഷണം എല്ലാം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ടൂറ് അതുപോലെ തന്നെ. പക്ഷേ സ്ഥലം എവിടെയാണെന്ന് നമ്മൾ ഇതുവരെയും പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്ക് ഇപ്പം നമ്മൾ എവിടെ വെച്ചിട്ടാണോ നമ്മൾ ഒരു സ്ഥലത്തോട്ട് പ്ലാൻ ചെയ്യുന്നത് അങ്ങോട്ട് പോവുക. അപ്പം നമ്മൾ ഇവിടുന്ന് തിരിച്ച് ഇറങ്ങുവാണേ. സൺറൈസ് ഒക്കെ കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിക്കണം. ചായ ഞാൻ പറഞ്ഞില്ല, അതാണ്ട് ചായ ഇതാ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കുടിക്കാൻ ഈ സ്മെല്ലുണ്ട്. ഈ വെള്ളത്തിൻ്റെയൊക്കെ ഒരു വല്ലാത്ത സ്മെല്ലുണ്ട്. അപ്പോൾ ഡോർ അടച്ചില്ല ചേട്ടായി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുന്നില്ല. നമ്മളപ്പം നമുക്ക് അടുത്തൊരു പാർക്കുണ്ട്, അവിടെ പോയി ചായയൊക്കെ കുടിച്ചിട്ട് അപ്പം അതേ നമ്മൾ തിരിച്ചിറങ്ങും. ഒരാൾ ബാക്കിലുണ്ട് കേട്ടോ, അവിടെ നിന്ന് ഫോൺ കാണുക. പുള്ളി ഫുൾ സെറ്റപ്പിലാണ് വന്നത്. തലയണ, ഷീറ്റ്. പക്ഷേ ഷീറ്റ് ഉപകാരപ്പെട്ട എനിക്കാ. അപ്പോൾ എന്തായാലും നമുക്കിനി ചായ കുടിക്കുമ്പോഴൊന്നും കാണാമേ. നമ്മൾ പാർക്കിലോട്ട് വന്നാൽ അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് ചായയും കുടിക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് പാർക്കിലെ വിശേഷങ്ങൾ കാണാം. ഇതാണ് പാർക്ക്. നമ്മൾ പാർക്കിലോട്ട് കയറുകയാണ് നടന്ന്. ഇപ്പോൾ എൻ്റെ പാർക്ക് കണ്ട. ഈ പാർക്കിലോട്ട് നമ്മൾ കയറുകയാണ്. ജയ്സാട്ടോൺ പാർക്കാണ്. നമ്മൾ പാർക്കിൽ വന്നു കേട്ടോ. അവരച്ഛനും മോനും ഇവിടെ കളിക്കുക. കാരണം ഇവിടെ നമ്മളൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഫുള്ള് കുട്ടികളായിരിക്കും. അപ്പോൾ അവനിവിടെ കയറാനൊക്കത്തില്ല. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ കുട്ടികളൊന്നുമില്ല. അവൻ്റെ ഇഷ്ടത്തിന് കളിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതെ അവർ രണ്ടുപേരുടെ ഊഞ്ഞാലാടുക. നമ്മുടെ ചായ ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്ത് കുടിക്കുന്നു? അവന് പേടിയാ. അപ്പോൾ നമ്മൾ ചായ
ചായ എടുത്തിട്ടുണ്ട്. അബദ്ധം പറ്റിയല്ലേ ഏട്ടാ? ഇരിക്കാനുള്ളത് നമ്മൾ വണ്ടിയിൽ നിന്ന് എടുത്തില്ല. നമ്മളിരിക്കുന്ന വണ്ടിക്കകത്ത് ഇവൻ ചീറ്റ് ചെയ്തു. ഇവന് ചായ വേണം. ചായ ഒഴിച്ചപ്പോ എന്താ പറയാ, ഒരു ചായ വേണം. നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 9 മണിയായി കാണും. ഭയങ്കര ചൂട്. നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുമ്മാ ഡ്രൈവ് ചെയ്ത് കുറേ ഓടി. അത് ഈ ഡ്രൈവ് ചെയ്ത് അതിൻ്റെ വീഡിയോ നമുക്ക് കാണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മളിനിയും 9 മണിയായില്ലേ, അപ്പം രാവിലെ കാപ്പി കുടിക്കാമെന്ന് വെച്ച്. ഇപ്പം കാപ്പി എന്തുകൂടെ ഉണ്ടാക്കി? രാവിലെ പുട്ടുണ്ടാക്കിയായിരുന്നു. അപ്പോൾ പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് കഴിക്കാനുള്ള പാത്രം മേടിച്ചിട്ടില്ല. ഇന്നലെ വൈകിട്ട് ഇറങ്ങിയപ്പോ മേടിക്കാതെ ശേഷം വിട്ടുപോയി. അപ്പൊ അതുകൊണ്ട് നമുക്ക് പോയിട്ടിപ്പം പാത്രം മേടിക്കാൻ വേണ്ടി പോവാണ്. പാത്രമല്ല, പ്ലേറ്റ്, പേപ്പർ പ്ലേറ്റ്. എന്തിന്? ഇതിനകത്തില്ലല്ലോ. നമ്മളെ ഇങ്ങനെ എടുത്തില്ല. ഇതിപ്പോ ചൂട് സമയത്ത് ഇനി ഫുഡ് കഴിച്ചിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ എന്തോന്ന് വെച്ചാൽ നോക്കണം. എന്താ അതിന് പുറത്തൊന്നും നിൽക്കാനൊക്കത്തില്ല. ഏതെങ്കിലും മാളിലോ വല്ലതൊക്കെ പോയി നിൽക്കാനേ പറ്റത്തുള്ളൂ, ചൂടല്ലേ. അപ്പം എന്ത് പുട്ടും പഴം? എന്ത് പഴം അല്ലേ? ഇത് പുട്ടും പഴമല്ലേ? പുട്ട് രാവിലെ എണീറ്റിരുന്ന് ഉണ്ടാക്കിയത് അവള്. അയ്യോ ഈശ്വര, എൻ്റെ ഭർത്താവ് എന്നെ മാറികെ കാണിക്കട്ടെ. വെളുപ്പിനെ ഉണ്ടാക്കിയത് ഇത്രയും നേരം ബാക്കിലിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും. അപ്പം ഗൈസ് നമ്മൾ കഴിക്കാൻ പോവാണ് പുട്ട്. പിന്നെ പഴമുണ്ട്. പഴം ഞാൻ പിന്നെ എല്ലാവർക്കും എടുത്ത് കൊടുത്ത് പഴം കൂട്ടി കഴിക്കണം. ഇട്ടിരിക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി ഇരുന്ന് കഴിക്കാൻ. എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല. ചേട്ടയ്ക്കില്ല, എനിക്ക് ബുദ്ധിമുട്ട്. എല്ലാവർക്കും ഇപ്പോൾ ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. പക്ഷെ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയുണ്ട്? നല്ല പുട്ടിൻ്റെ ടേസ്റ്റ്. ഞാൻ വിചാരിച്ചു നല്ല ഞങ്ങൾക്ക് അറിയാവുന്ന ഒരാളിങ്ങനെ ഒരു ആഹാരം എടുത്തിട്ട് നല്ല അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞ ഒരാളെ എനിക്കറിയാവുന്നില്ല. പുറകിൽ ഒരാളുണ്ട്. എന്ത് കണ്ട എങ്ങനെയുണ്ടറാ? ആ അപ്പം എനിക്ക് കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. കഴിച്ചു കഴിഞ്ഞ് കൈയൊക്കെ തുടങ്ങി. ഇത് പുതിയ ഇതാണ്. എല്ലായിടത്തും ഡിസ്പോസിബിൾ ക്ലീനിങ് ക്ലോത്ത് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാവുന്ന. ഞാനെടുത്തോണ്ട് പോരും. ഇവരിത് എന്തോ ഇത് ചെറിയ പിങ്ക് 20 പീസും തീരാറായി. അപ്പം നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ഇതുവരെയും തീരുമാനിച്ചില്ല. അപ്പോൾ ഇനി കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകും. അപ്പോൾ അവിടുന്ന് നമുക്ക് കാണാം. ബൈ.